ഈ നിമിഷം വരെ ഒരു മാറ്റത്തിന് വിധേയമാവാതെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ്, മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയാണ്, ഒരുപാട് തരീഖത്തിന്റെ മഹാനവറുകൾ ആഞ്ഞടിച്ചു വരുന്ന തിരൽമാലുകളോട് തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ശാന്തമാക്കിയ മഹാനാണ്. മഹാനവറുകളോട് കടപ്പുറത്തേക്ക് പോകുന്ന ഒരു സഹോദരൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ കടപ്പുറത്തേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു വാക്കിന്റെ 2 ചൂണ്ടൽ കൊടുക്കുകയാണ്. അങ്ങനെ ആ ചൂണ്ടൽ കൊടുത്തതിന്റെ ശേഷം, ചൂണ്ടലിന്റെ കുളത്ത് കൊടുത്തതിന്റെ ശേഷം പറയുകയാണ്, നീ ഇത് കൊണ്ടുപോയിട്ട് നീ മത്സ്യം പിടിക്കുക എന്ന്. പക്ഷേ ആദ്യം ഒരു മത്സ്യം വരും, അതിനെ നീ പിടിക്കരുത്. പിന്നെ ഒരു മത്സ്യം വരും, ആ മത്സ്യത്തിനെ നീ പിടിക്കരുത്. മൂന്നാമതൊരു മത്സ്യം വരും, ആ മത്സ്യത്തിനെ നീ പിടിക്കണമെന്ന് ഇദ്ദേഹം വലിയ ആഗ്രഹത്തോടുകൂടെ കടപ്പുറത്തേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ ഒരു വലിയ മത്സ്യം അതാ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ ചൂണ്ടലിട്ട് കൊടുക്കുകയാണ്. ഉടനെ തന്നെ ആ ചൂണ്ടലിന് കൊത്തുകയും അദ്ദേഹത്തെ കൂടി വലിച്ചുകൊണ്ട് അതാ കടലിലേക്ക് വലിച്ചു പോകുമ്പോൾ അദ്ദേഹം ആ ചൂണ്ടൽ കുളത്തതാ വിട്ടേക്കുകയാണ്. രണ്ടാമതും ഇനി ഒറ്റ ചൂണ്ടൽ കുളത്ത് മാത്രമാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ബാക്കിയുള്ളത്. വരക്കൽ തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ രണ്ടാമതും ഒരു മനുഷ്യൻ വരുന്നു, ആ മത്സ്യത്തിനും അദ്ദേഹം ഇട്ടുകൊടുക്കുകയാണ്. പിടിക്കരുതെന്ന് പറഞ്ഞ ആ മത്സ്യത്തിനും ഇട്ടുകൊടുക്കുകയാണ്. ആ മത്സ്യവും ആ ചൂണ്ടൽ കുളത്തുന്നു, ആ മത്സ്യവും അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് കിണറിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് അദ്ദേഹം അതും വിടുകയാണ്. ഇനി മത്സ്യം പിടിക്കുവാൻ ബഹുമാനപ്പെട്ട ജാമിയൽ ഉസ്താദ് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ പറഞ്ഞതുപോലെ ചെയ്യാത്തത് കൊണ്ട് 2 ചൂണ്ടലും നഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോട് വന്നുകൊണ്ട് ആരോട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവിനോട് നാം ഏവരും ഇന്ന് വളരെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോ കേവലം ഒരു സയ്യിദല്ലട്ടോ, 100 കണക്കിന് കറാമത്തുകൾ വിശദീകരിക്കാൻ കഴിയുന്ന മഹാനായിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന കാലഘട്ടത്തിലുള്ള കുതുബായിരുന്ന മഹാനായിരിക്കുന്ന വരക്കൽ തങ്ങളുപ്പാപ്പാൻ അടുക്കലേക്ക് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞില്ലേ, നീ കടപ്പുറത്തേക്ക് ചെന്നാൽ 1ാമത്തെ മത്സ്യം വരുമ്പോ പിടിക്കരുത് എന്ന്, 2ാമത്തതിനെയും പിടിക്കരുത് എന്ന്, അടുത്തത് വരുമ്പോ നീ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ? നീ 1ാമത്തത് പിടിച്ചു, അത് ആരായിരുന്നെന്ന് മനസ്സിലാക്കണം. അത് ജിന്നാകുന്നു. അത് മുഴുവനും കണ്ടുകൊണ്ട് മനസ്സിലാക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആ മത്സ്യവും അദ്ദേഹത്തിന്റെ ചൂണ്ടലും കൊളുത്തും ഒക്കെ രണ്ടും നഷ്ടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പ കൈ പൊക്കി എന്നാണ് തന്റെ കക്ഷത്തിന്റെ ഉള്ളിൽ നിന്നൊരു ചൂണ്ടൽ കുളത്ത് കൊടുത്തുകൊണ്ട് ഇനി പോയിട്ട് നീ പിടിച്ചു എന്ന് പറഞ്ഞു എന്ന് സമസ്തയുടെ ഒട്ടനവധി മഹാപണ്ഡിതന്മാര് 100 കണക്കിന് ആളുകളുടെ വേദിയിൽ പ്രഭാഷണം നടത്തുന്നത് നേരിട്ട് കൊണ്ട് കേട്ടിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ വലിയ ആരിഫീങ്ങളായ, അല്ലാഹുവിന്റെ വലിയ മഹാൻ